അസ്സലാമലൈക്കും മക്കളെ. നമ്മുടെ നമ്ലത്തും ഫറാഷിയും ഗിഫ്റ്റും ഉണ്ട്, ജായിസും ഉണ്ട്, ഹദിയും ഉണ്ട്. ബൈത്തിലോട്ട് പോകുന്ന നോക്ക് അല്ലേ? ആ ബൈത്തിൽ ആരൊക്കെ ഉണ്ട്? ബൈത്തിൽ അവരെ വെയിറ്റ് ചെയ്യും. നമ്ലത്തിനും ഫറാഷിനെയും വെയിറ്റ് ചെയ്യാണ് ആര്? നമ്മുടെ ഉമ്മും അബും മുഹത്തും അഹും ഒക്കെ എന്താ നമ്ലത്തിനും ഫറാഷിനെയും വെയിറ്റ് ചെയ്യാണ്. നമ്ലത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ ഞങ്ങളെ ഫ്രണ്ട്സ് തന്നതാ ഈ ഹദിയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അബിനും ഉമ്മിനും അഹനും മുഹത്തിനും ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് അല്ലേ? ഓക്കെ, ഇവിടെ കണ്ടോ അബ് ഉണ്ട് അല്ലേ? അബുണ്ട്, ഇവിടെ ഒരു ഉമ്മുണ്ട്. അബു ഉണ്ട്, ഉമ്മുണ്ട്. ഈ അബിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? അബിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? എന്നുള്ള ലെറ്റർ ആണ് അല്ലേ? ഉമ്മിന്റെ ഫസ്റ്റ് ലെറ്ററോ? ഉമ്മിന്റെ ഫസ്റ്റ് ലെറ്റർ ഊന്നാണ് അല്ലേ? ഊന്നാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ കുറെ ലെറ്റേഴ്സ് പഠിച്ചു. ഹംസ അലിഫ് ഇട്ട് ഹംസ തൊപ്പി ഇട്ട് കൊടുത്തൊരു അടി കൊടുത്താൽ ആ എന്ന് പറയും അല്ലേ? ഈ കെസറ് കൊടുത്താൽ ഈ എന്ന് പറയും. ലൊമ്മ കൊടുത്താൽ ഊ എന്ന് പറയും. സുക്കൂന് കൊടുത്താൽ എന്താ പറയാ? എന്ന് പറയും അല്ലേ? അങ്ങനെയാ പറയാ അല്ലേ? അതുപോലെ വേറൊരു കാര്യമുണ്ട്. അലിഫിന്റെ മുകളിൽ ഇങ്ങനെ മദ് കൊടുത്താൽ എന്ന് പറയും. എന്താ പറയാ? ആന്നാണ് പറയാ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. അലിഫ് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുത്താൽ ഇത് ഏത് ലെറ്ററാ? ഹംസത്തുൽ വസ്ലാണ്. ഏതാണ്? ഹംസത്തുൽ വസ്ലാണ് കേട്ടോ അതിന്റെ പേര്. നമ്മൾ ഹുറൂഫുൽ ഹിജയുടെ പാട്ടിൽ ലാസ്റ്റ് പറയുന്നില്ലേ ഹംസ, ഹംസത്തുൽ വസ്ല. ഹംസത്തുൽ വസ്ലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇവിടെ കുറെ വേർഡ്സ് ഉണ്ട്. നമുക്ക് ആ വേർഡ്സ് ഒക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. അവിടെ കണ്ടോ അസദും ഉണ്ട്, ഇവിടെ ഇബരീക്കും ഉണ്ട്, കസുണ്ട്. നിങ്ങൾക്ക് കസ് കിട്ടിയിട്ടില്ലേ? നമ്മൾ ട്രോഫി കിട്ടലില്ലേ? നമ്മൾ വിന്നർ ആയാലും നമുക്ക് എന്ത് കിട്ടും? കസ് കിട്ടും. അസദില് എന്നുള്ള ലെറ്റർ ഉണ്ട്. അസദ്. ഇബരീക്കിലോ ഈന്നുണ്ട് അല്ലേ? ഇബരീക്ക്. കസിലോ? കസില് ഈന്നുണ്ട്. കസ് അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി കുറെ വേർഡ്സ് ഉണ്ട് ഇവിടെ കണ്ടോ. അമറ. അമറ എങ്ങനെയത് എഴുതുക? അമറ. അമറ. പിന്നെ കൊടുത്തിട്ടുള്ളത് ത, പിന്നെ ത കൊടുത്തിട്ട് ഇങ്ങനെയാ കൊടുത്തിട്ടുള്ളത്. ത. പിന്നെ തഅ്വീൽ. തഅ്വീൽ. ഓക്കെ, പിന്നെ ഇവിടെ എങ്ങനെയാ കൊടുത്തിട്ടുള്ളത്? ഉമം. എന്താണ് കൊടുത്തിട്ടുള്ളത്? ഉമം. അങ്ങനെ കുറേ വേർഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു വേർഡ് ഉണ്ട്. മാ എന്നുള്ള ലെറ്ററിന് അലിഫ് കൊടുത്താൽ എന്താ റീഡ് ചെയ്യാ? മാ. പിന്നെ ഒരു മാ അല്ലേ? അതുപോലെ ഇവിടെ ആമന. അവിടെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു മദ് കൊടുത്തിട്ടുണ്ട്. എന്നാണ് മാം പറഞ്ഞു. ഇങ്ങനെ കൊടുത്താൽ മദ്ദാണ്, അത് നീട്ടി പറയും. ആമന. ഇത് ഹംസത്തുൽ വസ്ൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹംസത്തുൽ വസ്ൽ ഉംബ്രഅത്ത് എന്ന് റീഡ് ചെയ്യത്. ഹംസത്തുൽ വസ്ൽ റീഡ് ചെയ്യില്ല അല്ലേ? ഉംബ്രഅത്ത് എന്നാ പറയാ. ഉംബ്രഅത്ത് കേട്ടോ. അങ്ങനെയാണ് നമ്മളിവിടെ പറയാ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഹംസ അലിഫിന്റെ മുകളിൽ ഹംസ വന്നാല് ആന്നാണ്. വാവിന്റെ മുകളിലും ഹംസ വന്നാൽ ആന്നാണ്. യാഇന്റെ മുകളിലും ഹംസ വന്നാൽ ആന്നാണ് അല്ലേ? ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നാൽ അതിൻ്റെ ഉള്ളിൽ ഹംസ വന്നാൽ ആന്നാണ്. ഹംസ എവിടെ വന്നാലും ആ ഇ ഉ എന്നാവും. അലിഫിന്റെ മുകളിൽ മാത്രമല്ല ഹംസ വരിക, വാവിൻ്റെയും യാഇൻ്റെയും ഇങ്ങനെ ഇതിൻ്റെ മുകളിലൊക്കെ എന്ത് വരും? ഹംസ വരുമ്പോൾ ആന്നാണെങ്കിൽ, ഫത്തഹ ആണെങ്കിൽ എന്ന് പറയും, കെസറാണെങ്കിൽ ഈ എന്ന് പറയും, ലൊമ്മാണെങ്കിൽ ഊന്ന് പറയും, അങ്ങനെയൊക്കെ പറയും കേട്ടോ. സുക്കൂനാണെങ്കിൽ എന്ന് പറയും അല്ലേ? അലിഫിന്റെ മുകളിൽ ഇങ്ങനെ ഒരു മദ് വന്നാൽ എന്നാണ് പറയാ. ഇത് ഏത് ലെറ്റർ? ഹംസത്തുൽ വസ്ലാണ്. കുഞ്ഞു സ്വാദിന്റെ പകുതി ഇട്ടുള്ളത് ഹംസത്തുൽ വസ്ലാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞത് അബിനെ, ഉമ്മിനെ, അഹനെ, ഒഹത്തിനെ ഒക്കെ പറഞ്ഞു അല്ലേ? ആ ഇ ഉ അല്ലേ? ഏതൊക്കെയാ പറഞ്ഞത് ഇവിടെ കണ്ടോ? ആ ഇ ഉ അമറ, തഅ്വീൽ, ഉമം, ഇംറഅത്ത്, ആമന, മാ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.